അമ്മ എന്തേ പറയുന്നത്? തിന്നാനും കുടിക്കാനും കുറച്ച് ഡ്രസ്സിനും വേണ്ടിയിട്ടാണോ ഓരോ പെൺകുട്ടികളും കല്യാണം കഴിക്കുന്നത്? ഗൾഫാണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ചോദിച്ചല്ലേ എന്നെ കൊണ്ടുപോകുന്നുള്ളത്. എനിക്ക് എന്താണെങ്കിലും എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കണം. അത് നാട്ടിലാണെങ്കിലും ശരി, പുറത്താണെങ്കിലും ശരി, അതിലൊരു മാറ്റവും ഇല്ല. എന്റെ കേളുവാട്ടാ, നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു നല്ലൊരു പെൺകുട്ടിനെ എന്റെ മോൻ നോക്കി കൊണ്ടുവരും. അവന് 10-31 വയസ്സായില്ലേ. എനിക്ക് അവനെ കാണുമ്പോൾ സങ്കടമാകാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒരു പെൺകുട്ടി കിട്ടാൻ വഴിയില്ലല്ലോ. ഞാൻ നോക്കട്ടാണ് ഞാനു എത്ര പെൺകുട്ടികൾ കാണിച്ചു തന്നു. അവർക്ക് ആരും ഗൾഫുകാരെ വേണ്ട, ഞാൻ എന്താക്കാനാ? അതെന്താ കേളോട്ടെ നിങ്ങൾ എങ്ങനെ പറയുന്നത്? ഈ കേരളത്തിൽ എത്രയാ ഗൾഫുകാര്? എല്ലാവർക്കും പെണ്ണും കെട്ടി മക്കളും കുട്ടികളെ സന്തോഷിച്ചിരിക്കുന്നത്. ഇത് എന്റെ മോന് മാത്രം എന്താ ഇങ്ങനെ പറയുന്നത്? പണ്ടത്തെ മാതിരിയല്ല, ഇപ്പൊ കാലം മാറി. പെൺകുട്ടികൾക്ക് ഭർത്താവിനോട് ജീവിക്കാനൊക്കെ ഇഷ്ടം. കല്യാണം കഴിഞ്ഞാൽ അവന്റെ പണി എടുത്തിരിക്കും. ഭർത്താവിന്റെ പണിയെടുത്തിരിക്കാനേ ഇപ്പത്തെ കുട്ടികൾ കിട്ടൂല. അതിന് ഇവിടെ വരുന്ന പെൺകുട്ടിക്ക് എന്ത് കുറവാ ഉള്ളത്? വീടിന് വീടുണ്ട്, 3 നേരം നല്ല ഭക്ഷണം ഉണ്ടാവും, ഇഷ്ടം പോലെ ഡ്രസ്സും എടുത്തു കൊടുക്കും. അത് പോരെ? നീ പറയുമ്പോ ഈ കാണുമ്പോ പറഞ്ഞാലേ പെൺകുട്ടികൾ ചൂരിട്ടടിക്കും. ഇപ്പോഴത്തെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസം വിവരമുള്ള കുട്ടികളാ. നിങ്ങൾ അതും ഇതും പറഞ്ഞിരിക്കാണ്ടേ എവിടെന്നെങ്കിലും ഒരു പെൺകുട്ടിനെ കൊണ്ടുവരും. എന്റെ മോന്റെ കല്യാണ പ്രായം കഴിഞ്ഞതല്ലേ, എനിക്ക് അതാണ് ഒരുപാട് സങ്കടം. എന്നാ ഒരു കാര്യം, കല്യാണം കഴിഞ്ഞാൽ അവിടെ കൂട്ടിയിട്ട് പറ്റി ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കും. അന്ന് എത്ര കുട്ടികളാണ് ഞാൻ കൊണ്ടുവരും. അത്രയ്ക്കൊന്നുള്ള ശമ്പളം അവനില്ല. അതല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അതൊക്കെ എനിക്കറിയില്ലേ, പക്ഷെ അതല്ല, നീ അങ്ങനെ പറയാവൂ. എന്നാലേ ഇപ്പൊ പെൺകുട്ടികളെ കിട്ടൂ. ഇതൊക്കെ ഞാൻ അവനോട് പറഞ്ഞതാ, പക്ഷെ അവൻ കള്ളം പറയാൻ സമ്മതിക്കണ്ടേ? അല്ല ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പെൺകുട്ടിനെ കൊണ്ടുപോയില്ലേ പെണ്ണ് പിന്നെ പ്രശ്നം ഉണ്ടാക്കില്ലേ കേട്ടാ? അത് കല്യാണ ശേഷമല്ലേ, അതൊക്കെ പിന്നുള്ള നിങ്ങളെ എടുക്ക. എന്തായാലും ലീവ് കിട്ടുന്നുണ്ടോ, അവരെ വിളിക്കേ, ഞാൻ സംസാരിക്കാം. അത് നിങ്ങൾ എന്നെ നേരിട്ട് അവനോട് പറയും കേട്ടാ, അതാ നല്ലത്. ഞാൻ പറഞ്ഞ ചക്കന് മനസ്സിലാവണ്ടേ. എടാ മോനെ, ഒന്നും കേട്ടു വാ. കേളുണ്ടോ? രാവിലെ തന്നെ എത്തിയോ? രാവിലെ തന്നെ വരാണ്ടിരിക്കാൻ പറ്റില്ല മോനെ. നിന്റെ അമ്മയോട് ഇരിക്കാൻ സ്വയം തരുന്നില്ല നിന്റെ കല്യാണക്കാര്യം വേണ്ടി. കല്യാണമൊക്കെ ശരിയാകുമ്പോ ശരിയാവുന്ന കാര്യമല്ലേ, എല്ലാരും നമ്മൾ ധൃതി പിടിച്ചൊന്നും കാര്യമില്ലല്ലോ. പക്ഷെ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകണ്ടേ, എന്നെക്കാളും ടെൻഷൻ അല്ലേ. എന്തായാലും ഒരു പാവപ്പെട്ട കുട്ടിനെ എവിടെയും നോക്കി, നമുക്ക് വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലല്ലോ. പാൺകുട്ടികൾക്കല്ല പെൺകുട്ടികൾക്കല്ല ഡിമാൻഡ്. അതുകൊണ്ട് അമ്മന്റെ അടുത്ത് കാര്യമുണ്ട്, പക്ഷെ അതേമാതിരി ചെയ്ത കാര്യം നടക്കും. ഒന്നുമില്ല മോനെ, കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടിനെ കൊണ്ടുപോകാന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. 3 വർഷം കൊണ്ട് ഗൾഫിൽ പോയിട്ട് എല്ലാം ഉണ്ടാക്കി നിർത്തി വരാൻ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കയറിയത്. ഇപ്പൊ പോയിട്ട് 6 വർഷമായി. അതിനിടയ്ക്ക് പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ എല്ലാ ഗൾഫുകാരെ പോലെ ഒരു വീടുണ്ടാക്കി, അത് അവിടെ നിന്ന് ഇവിടുന്ന് ലോണും കടമൊക്കെ മേടിച്ചിട്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് ഒരുപാട് ശമ്പളമൊന്നും ഇല്ല. ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് പെൺകുട്ടിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണേ പുറത്ത് റൂം എടുക്കണം, അതിന് തന്നെ മാസം 60,000 വാടക കൊടുക്കണം. പിന്നെ ആ ചെലവ് ഈ ചെലവ്, ഇതൊന്നും താങ്ങാൻ പറ്റില്ല. വെറുതെ എന്തിനാ ഇല്ലാത്ത കാര്യമൊക്കെ പറയുന്നത്? നിന്റെ ഇല്ലായ്മ പറയുന്നത് പെൺകുട്ടികളെ കിട്ടില്ല. ഇവനെ പോലെ ചെക്കന്മാര് കല്യാണം കഴിച്ച് കുട്ടിയും മക്കളെ കേളോട്ടാ. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പറയും. അതന്നെ ഇത് ശരി. എന്നാ ഒരു കാര്യം ചെയ്യും, ഇനി നാളെ തന്നെ പെണ്ണുകളിലേക്കോ, ഞാൻ നാളെ വരാം. എന്നാ ശരി. എന്നാ എന്ത് പണിയാണ് കാണിക്കുന്നത്? ഇങ്ങനെ കള്ളം പറഞ്ഞാണോ കല്യാണം കഴിക്കേണ്ടത്? സ്വന്തം മക്കളുടെ കാര്യമാകുമ്പോ അമ്മമാരിങ്ങനെ കള്ളം പറഞ്ഞൊക്കെ വരും. കല്യാണം നടക്കണ്ടേ? സ്വന്തം മക്കളുടെ നന്മയ്ക്ക് വേണ്ടി വേറെ പെൺകുട്ടികളുടെ ജീവൻ തളിക്കുന്ന നല്ല കാര്യ. അതൊന്നും എനിക്ക് അറിയണ്ട. നിന്റെ കല്യാണം എങ്കിലും നടന്നു കിട്ടിയാൽ മതി. പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കോഴ്സൊക്കെ കഴിഞ്ഞ് 4-5 വർഷമായിട്ടുള്ളൂ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങിയിട്ട്. പക്ഷെ നാട്ടിൽ തന്നെയല്ലേ, വലിയ സാലറി ഒന്നും ഇല്ല. എന്നാലും മിച്ചം കിട്ടുന്ന കുറച്ച് പൈസയൊക്കെ കൂട്ടി വെച്ച് ഒരു 5-8 പവൻ സ്വർണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കൂടെ എന്റെ സമ്പാദ്യം എന്ന് പറയാൻ അതേ ഉള്ളൂ. പിന്നെ അച്ഛന് ജോലി സ്ഥിരമൊന്നും അല്ല, ഒന്നാമത് പ്രായമായി വരല്ലേ. എനിക്ക് നല്ലൊരു ജോലി കിട്ടി അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു ചെറിയ വീടുണ്ടാക്കി കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് മതി കല്യാണം എന്ന് വിചാരിച്ചതാ. പക്ഷെ അമ്മ അതിന് സമ്മതിക്കണ്ടേ. പെൺകുട്ടികൾക്ക് പ്രായമാകും തോറും എല്ലാ അമ്മമാർക്കും ടെൻഷനാ. അതുകൊണ്ടാ ഇപ്പൊ ഞാൻ ഇതിന് സമ്മതിച്ചത് തന്നെ. കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാവില്ലേ. കല്യാണത്തിന് ശേഷം ഫുൾ ടൈം ഭർത്താവിന്റെ കൂടെ നിൽക്കണമെന്നാ എൻ്റെ ആഗ്രഹം. പക്ഷെ ആദ്യം ഗൾഫാണെന്ന് പറഞ്ഞപ്പോ ഒന്ന് പേടിച്ചു പോയി. പിന്നെ ഏട്ടൻ പറഞ്ഞില്ലേ കല്യാണത്തിന് ശേഷം അങ്ങോട്ട് കൊണ്ടുപോവാ, ജോലി വാങ്ങിച്ചു തരാന്നൊക്കെ, അപ്പോഴൊരു സമാധാനമായത്. സംസാരിക്കാൻ പറഞ്ഞ് വന്നിട്ട് കുറെ നേരമായില്ലേ, അവര് നോക്കുന്നുണ്ടാവും. നമുക്ക് പോവാ. അതിന് വിളിക്കാൻ നീ നാട്ടിലെ വേണ്ടടാ.
എന്തായാലും അങ്ങോട്ട് വരട്ടെ, ഒരു അടിപൊളി ചെലവ് വരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു പോനെ. ഇല്ലല്ല, ലീവില്ല. ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് കയറണം. ഇനി നീട്ടി കിട്ടിയില്ല. എന്നാലും അവിടെ എന്തിട്ട് വേണം. ശരി ശരി. ഏട്ടന് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോവാ? ആടോ ലീവ് കഴിഞ്ഞു, കുറച്ച് നീട്ടി ചോദിച്ചാ കിട്ടിയില്ല. അല്ല, അപ്പൊ എന്റെ വിസേന്റെ കാര്യമൊക്കെ എങ്ങനെയാ? അല്ല, തന്റെ വിസേന്റെ കാര്യം അത് വിസന്റെ കാര്യം അവൻ ഏതോ ഏജന്റിന്റെ അടുത്ത് ആരുടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ മോളെ. അതിപ്പോ പെട്ടെന്ന് ശരിയായില്ല. എന്തായാലും ഒരാഴ്ച ഞാൻ ലീവ് കഴിഞ്ഞാൽ അവൻ പോകുമല്ലേ. പോകട്ടെ, അത് സമാധാനത്തോടെ മോൾക്ക് അയച്ചു തരും, എന്നിട്ട് പോയാൽ മതി. നിനക്ക് പോകുന്നതിന് മുൻപ് പേപ്പറോ കാര്യം ഒന്നും ശരിയാക്കണ്ടെന്നല്ലേ പറഞ്ഞത്? നീ പോകാൻ നോക്ക്. മോള് വാ, അടുക്കള കുറച്ച് പണിയുണ്ട്. എന്താ ഏട്ടാ, എന്റെ വിസേന്റെ കാര്യം നിങ്ങൾ റെഡി ആയോ? ഇപ്പൊ പോയിട്ട് 6 മാസമായില്ലേ. ഓരോ മാസം റെഡി ആവാൻ വേണ്ടാ ഞാൻ ഇവിടെയൊക്കെ പണിക്ക് പോകാതിരിക്കുന്നത്. ഏട്ടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയട്ടാ. മോളെ തന്നെ. ഹലോ മോനെ. അമ്മയടാ. പോട്ടെ, നല്ല കമ്പനി കിട്ടിട്ട് വിളിച്ചാൽ മതി. അതന്നെ നല്ലത്. എന്നാ ശരി മോനെ, സമാധാനത്തിൽ നോക്ക്. ശരി ശരി. അത് മോളെ, മോൾക്ക് ജോലി ശരിയായിട്ടുണ്ട്. അത് അത്ര നല്ല കമ്പനി അല്ല, അത്ര വലിയൊരു കമ്പനിയിലേക്ക് അവൻ നോക്കുന്നത്. ജോലിയും വിഷയൊക്കെ പെട്ടെന്ന് ശരിയാകുന്നാ പറഞ്ഞത്. അതുവരെ തൽക്കാലം മോളോട് ജോലിക്ക് കൊണ്ട ഒരു ആവശ്യമില്ല. മോൾ അകത്ത് വാ, ടെറസിന്മേൽ തുണികളൊക്കെ ഉണങ്ങി കിടക്കുന്നു, ഒന്നും മടക്കി വെക്കുക. അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? ആദ്യം പറഞ്ഞു കല്യാണത്തിന് ശേഷം കൊണ്ടുവന്ന്, പിന്നെ പറഞ്ഞു 6 മാസം കഴിയട്ടെ, വിസ റെഡി ആവട്ടെ, അതാണ് ഇതാണ് പറഞ്ഞിട്ട് 1.5 വർഷമായില്ലേ. ഇനിയിപ്പോ ഏട്ടൻ അടുത്ത ലീവ് കഴിഞ്ഞ് പോവാറായി. ഇനിയിപ്പോ എന്താ പറയാൻ പോകുന്നത്? അവിടെ പോയിട്ട് ശരിയാക്കി തരാന്നോ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തെളിച്ച് പറ. കുറെ മാസമായി ഞാൻ ഒരു ജോലിക്കും പോയിട്ടൂടെ ഇരിക്കുന്നത്. അതൊക്കെ അങ്ങനെ തന്നെ മോളെ. ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ. നല്ല നല്ല ഭക്ഷണങ്ങളും ഇഷ്ടംപോലെ ഡ്രസ്സും ഇതൊക്കെ കിട്ടുന്നില്ലേ. ഇതൊക്കെ തന്നെ പോരെ. ഇതിന്റെ മീതെ എന്താ വേണ്ടത് എനിക്ക്? അമ്മ എന്തേ പറയുന്നത്? തിന്നാനും കുടിക്കാനും കുറച്ച് ഡ്രസ്സിനും വേണ്ടിയിട്ടാണോ ഓരോ പെൺകുട്ടികളും കല്യാണം കഴിക്കുന്നത്? ഗൾഫാണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ചോദിച്ചല്ലേ എന്നെ കൊണ്ടുപോകുന്നുള്ളത്. എനിക്ക് എന്താണെങ്കിലും എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കണം. അത് നാട്ടിലാണെങ്കിലും ശരി, പുറത്താണെങ്കിലും ശരി, അതിലൊരു മാറ്റവും ഇല്ല. പിന്നെ നിന്നെ കല്യാണം കഴിച്ച് പറയണം, അവൻ ജോലി പക്ഷെ നാട്ടിൽ വന്നിരിക്കുകയല്ലേ. അവന് എത്ര കടങ്ങളുണ്ട്, അതൊക്കെ കൊടുത്തു തീർക്കണ്ടേ. നീ മാത്രമാണോ പ്രവാസിന്റെ ഭാര്യയുള്ളത്? നിന്നെ പോലെ ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ട്, എല്ലാവരും കൊണ്ടുപോയിരിക്കുക. ഒക്കെ വേറെ സന്തോഷത്തോടെ കുട്ടിയും മക്കളായിട്ടായിട്ട് ഇരിക്കണം. അത് നിങ്ങൾക്ക് എന്ത് കഷ്ടപ്പാട്? തിന്നുങ്ങാണ്ട് മുന്നോട്ട് വീട്ടിലിരുന്നാ പോരെ. കഷ്ടപ്പെടുന്ന മുഴുവൻ ഇവരല്ലേ അന്യ നാട്ടിൽ കിടന്നിട്ട്. പ്രവാസിന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് അമ്മ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്റെ അച്ഛനും ഒരു പ്രവാസിയായിരുന്നു. പിന്നെ നിങ്ങൾക്കൊക്കെ പ്രവാസിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പുച്ഛമല്ലേ? വെറുതെ തിന്നും കുടിച്ച് വീട്ടിലിരിക്കുകയെന്ന്. കല്യാണം കഴിഞ്ഞിട്ടും ഭർത്താവ് കൂടിയില്ലാത്തതിന്റെ വേദന അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു നല്ല ഡ്രസ് ഇട്ട് പുറത്തു പോകാൻ തന്നെ പേടിയാ. ഭർത്താവ് നാട്ടിലില്ലല്ലോ, പിന്നെ ആരിനെ കാണിക്കാൻ നീ ഒരുങ്ങി കെട്ടി പുറത്തു പോകുന്നുള്ള കുത്തുവാക്ക്. ഓർത്തമ്മന്റെ നോട്ടവും ഭാവമൊക്കെ കണ്ട പ്രവാസിന്റെ ഭാര്യയായി പോയില്ലേ. ആ ഒരു വേദന എന്റെ അമ്മ ഒരുപാട് അനുഭവിച്ചതാ. ആ ഒരു ഗതി എനിക്ക് വരാതിരിക്കാൻ വേണ്ടിയാ കല്യാണത്തിന് മുമ്പ് എല്ലാം തുറന്നു ചോദിച്ചത്. ഇപ്പൊ അവർക്കും ഉണ്ടാവില്ലേ നിങ്ങളെന്ന് കാണാതിരിക്കണ വിഷമം? അവരാവും പകലില്ലാണ്ട് പണിയെടുക്കേണ്ട ആർക്ക് വേണ്ടിയിട്ടാ? ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ. ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് എന്ത് അർത്ഥമുള്ളത്? ഭാര്യ ഒരു സ്ഥലത്തും ഭർത്താവ് വേറൊരു സ്ഥലത്തും ഇരുന്നാ അവർക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാവുക? അവര് നല്ല ജീവിതമല്ലേ അവിടെ ഇല്ലാതായി പോകുന്നത്? ഉള്ള രോഗവും പേര് 10-65 വയസ്സായിട്ട് ഗൾഫ് നിർത്തി വന്നിട്ടാണോ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കേണ്ടത്? പോട്ടെ. ശരി, നീ സമയം കഴിഞ്ഞ് വേഗം പോകാൻ നോക്ക്. ടാക്സിക്കാരൻ വെയിറ്റ് ചെയ്യല്ലേ. ഈ ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കൊക്കെ ചെറിയ സർപ്രൈസ് കൊടുക്കുന്നേ ഭാര്യമാർക്ക് ഭയങ്കര സന്തോഷം.
ഇതുവരെയായിട്ട് അതുപോലെ സർപ്രൈസ് ഒന്നും എനിക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു ചെറിയ സർപ്രൈസ് ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, ദുബായിലേക്ക് ഞാനിപ്പോ ഒറ്റയ്ക്കല്ല പോകുന്നത്, നീയും കൂടി ഉണ്ട്. നമുക്കുള്ള റൂമൊക്കെ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ജോലിയുടെ കാര്യമില്ലേ, അത് വിസിറ്റിംഗ് കഴിയുമ്പോഴേക്ക് റെഡിയാക്കാം. പിന്നെ സർപ്രൈസ് ആയതുകൊണ്ട് രാത്രി നിന്റെ കുറച്ച് ഡ്രസ്സ് എടുത്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് മേടിക്കട്ടോ. എന്നാ പോവാ. ഓ, അപ്പൊ നീ അതിനാണല്ലടാ എവിടെയോ സ്ഥലം ശരിയായിട്ടുണ്ട് അഡ്വാൻസ് കൊടുക്കാനാണ് പറഞ്ഞിട്ട് എന്റെ 5 പവന്റെ മാല കൊണ്ടുപോയത്. നീ എന്നെ കൊണ്ട് ഇപ്പൊ കള്ളം പറയാൻ തുടങ്ങിയില്ലേ? നമ്മ രണ്ടാളും ഒരുപാട് കള്ളത്തരം അവളോട് പറഞ്ഞിട്ടല്ലേ ഈ കല്യാണം നടത്തിയത്. അതുകൊണ്ട് ഈ ഒരു ചെറിയ കള്ളത്തരം അമ്മിങ്ങ് ക്ഷമിച്ചേക്ക്, ഒരു നല്ല കാര്യത്തിനല്ലേ. എന്നാ പിന്നെ എനിക്ക് അവളുടെ സ്വർണ്ണം പണിയാൻ വെച്ചോട്ടടാ. നീ എന്തിനാ എന്റെ വാങ്ങിയത്? അവൾ ഒരുപാട് വർഷം അധ്വാനിച്ചിട്ട് മിച്ചം വരുന്ന പൈസ എടുത്ത് കുറച്ച് സ്വർണം വാങ്ങിയതാ. അത് ഞാൻ പണയം വെച്ചാലേ ദൈവം പോലും എന്നോട് പോയിട്ടില്ല. അത് അവളുടെ സമ്പാദമായിട്ട് അവിടെ തന്നെ ഇരുന്നോട്ടെ. അത് ഞങ്ങൾ ഇറങ്ങണ്ടേ, പോവാ. യഥാർത്ഥ ജീവിതത്തിലും ഇതുപോലത്തെ ഒരു ക്ലൈമാക്സ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പ്രവാസികളുടെ ഭാര്യമാരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ഈ ഒരു കുഞ്ഞു വീഡിയോ സമർപ്പിക്കുന്നു.